പുട്ടിനെങ്ങാനും ഈ ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യൂറോപ്പിനെ തന്നെ ആ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുന്ന ഒന്നായി മാറും. അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് മാറും. ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല, തീർന്നിട്ടില്ല. അപ്പോഴാണ് യൂറോപ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്. അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കാൻ പോകുന്നത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ട്രംപ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് എന്തിനായാലും, നല്ലതിനായാലും ചീത്തയായാലും. യുദ്ധത്തിൻ്റെ ഭാവി വരാൻ പോകുന്ന ഒരു ഭൂതത്തിൻ്റെ കയ്യിലാണ്, ഡൊണാൾഡ് ട്രംപ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇത് യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ആ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും എന്നതിനെക്കുറിച്ച് പ്ലാനൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ട്രംപ് ജനുവരിയിൽ അധികാരമേൽക്കാൻ പോവുകയാണ്. ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ, അതിന് 2-3 മാസമേ ഉള്ളൂ. ഈ 3 മാസമുള്ള അദ്ദേഹം അധികാരത്തിലേക്കും അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ജോ ബൈഡൻ, അപ്പോൾ അവിടെ ഒരു ഭരണകൂടമുണ്ട്. ജോ ബൈഡൻ ഇപ്പോഴും പ്രസിഡൻ്റാണല്ലോ. ബൈഡൻ ഭരണകൂടം 300 കിലോമീറ്റർ അപ്പുറത്തേക്ക് അയക്കാൻ കഴിയുന്ന മിസൈലുകൾ അയക്കാൻ യുക്രൈന് അനുമതി കൊടുക്കുകയാണ്. അതായത് കുറേ കൂടി റഷ്യയുടെ ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ. അത് തീർച്ചയായിട്ടും മറുവശത്ത് പ്രകോപനം ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ജോ ബൈഡൻ ഇതിന് അനുമതി കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ റഷ്യൻ പട്ടാളത്തോടൊപ്പം നോർത്ത് കൊറിയയുടെ പട്ടാളം 10,000 പേര് ഇപ്പോൾ ഓൾറെഡി യുക്രൈനിൽ യുദ്ധം ചെയ്യുകയാണ്, യുക്രൈനെതിരെ റഷ്യയോടൊപ്പം നിന്നുകൊണ്ട്. നോർത്ത് കൊറിയ എന്ന് പറയുന്നത് അമേരിക്ക എങ്ങനെയാണ് നോർത്ത് കൊറിയ കാണുന്നത് നമുക്കറിയാം. എന്ന് മാത്രമല്ല, പുടിനും കിം ജോങ് ഉന്നും തമ്മിലുള്ള ഒരു ട്രീറ്റി പ്രകാരം ഏതാണ്ട് 100,000 നോർത്ത് കൊറിയൻ പട്ടാളക്കാരെ റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. റഷ്യ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം പട്ടാളക്കാരുടെ അഭാവമാണ്. അവർ കൂലിപ്പട്ടാളത്തേക്ക് ഇന്ത്യയിൽ നിന്ന് വരെ, കേരളത്തിൽ നിന്ന് ഒരാൾ വാടകയ്ക്കെടുത്താണ് അവിടെ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അതിനെ തടയുക, ഇത് നോർത്ത് കൊറിയയുടെ സാന്നിധ്യമാണ് ജോ ബൈഡനെ ഇങ്ങനെ പ്രകോപിപ്പിച്ചെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ തിരിച്ച് പുടിൻ എന്താ ചെയ്യാൻ പോകുന്നത്? ആണവായുധം ഉപയോഗിക്കുകയാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ഇത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യുമെന്നുള്ളൊരു പേടിയാണ്. അതിൻ്റെ കാരണം യുക്രൈൻ റഷ്യ യുദ്ധം. ഇപ്പോൾ നമ്മൾ ഫലസ്തീൻ ഗസ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്, ഒരു എത്രയായെന്നുള്ള കൗണ്ട് ഉണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം ആർക്കും അറിയില്ല. അത് യുക്രൈനും വെളിപ്പെടുത്തുന്നില്ല, റഷ്യയും വെളിപ്പെടുത്തുന്നില്ല. എത്ര പേർ മരിച്ചു എന്നോ എത്ര പേർക്ക് പരിക്കേറ്റൊന്നും ഒരു കൃത്യമായ കണക്കില്ല. അതിൻ്റെ ആ കണക്ക് ഇല്ലാത്തതുകൊണ്ടല്ല, കണക്ക് പുറത്തു വിടാത്തതുകൊണ്ടാണ്. കണക്ക് പുറത്തു വിട്ടാൽ ആരാണ് തോറ്റു നിൽക്കുന്നതെന്നുള്ള വിവരം പുറത്തു വരും. റഷ്യയും പുറത്തു വിടുന്നില്ല ഞങ്ങൾ എത്ര പേര് മരിച്ചു എന്ന്, യുക്രൈനും പുറത്തു വിടുന്നില്ല. പക്ഷേ നല്ല കാഷ്വാലിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 1 കോടിയിലേറെ മനുഷ്യർ അവിടെ നിന്ന് പലായനം ചെയ്ത് അഭയാർത്ഥികളായിട്ടുണ്ട്. അപ്പോൾ ഇത്ര 1000 ദിവസം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധമാണ്. 1000 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധം മാത്രമല്ല, 2014 യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. 2014 ക്രൈമിയയിൽ റഷ്യൻ സൈന്യ അധിനിവേശം നടത്തിയ മുതൽ അവിടെ യുദ്ധം തുടങ്ങിയേക്കുവാണ്. നമ്മളിപ്പോൾ കാണുന്ന ഒരു യുക്രൈൻ ഇൻവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 1000 ദിവസമായിട്ടുള്ളൂ എന്നാണ്. റഷ്യൻ ഇൻവേഷൻ. അപ്പോൾ ഇതെങ്ങനെ അവസാനിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അവസാനിക്കാൻ പോകണം, അത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യാൻ പോകണം നമുക്കറിയില്ല. ട്രംപ് നെതന്യാഹുവിനോടും പറയും ഫിനിഷ് ഇറ്റ് എന്ന് പറയും. ട്രംപ് പുടിനോടും പറയും. രണ്ടുപേരും ട്രംപിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. നെതന്യാഹു സുഹൃത്താണ്, പുടിനും സുഹൃത്താണ്. അപ്പോൾ ഈ പുടിൻ സുഹൃത്തായതുകൊണ്ട് ഈ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. പുടിനോട് നിർത്ത് എന്ന് ട്രംപ് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമായിരിക്കും. അതല്ല, ഫിനിഷ് ഇറ്റ് എന്ന് പറഞ്ഞാൽ യുക്രൈൻ നീ എടുത്തോ, അങ്ങോട്ട് ഇൻവേഡ് ചെയ്തോ എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത്, നമുക്കറിയില്ല. എന്തായാലും ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ 1000 ദിവസം കാണുന്നത്. കാരണം ഈ 300 കിലോമീറ്റർ പരിധിക്ക് അപ്പുറത്തേക്ക് മിസൈൽ അയക്കാൻ അമേരിക്ക കൊടുത്തിട്ടുള്ള അനുമതി ഒരു വശത്ത്, മറുവശത്ത് ആറ്റോമിക് മിസൈലുകൾ അയക്കും എന്ന പുടിൻ്റെ ഭീഷണി, ഇത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യാനാണ് സാധ്യത ട്രംപ് വരുന്നവരെ. കാരണം ഇനിയുള്ള ഈ 10, 60, 65 ദിവസം ട്രംപിന് റോളൊന്നുമില്ല, ട്രംപിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ട്രംപിന് പരമാവധി കഴിയുക അദ്ദേഹത്തെ പുടിനോട് ഫോൺ ചെയ്ത് തൻ്റെ പഴയ സൗഹൃദം വെച്ച്, ആ സൗഹൃദത്തിൻ്റെ കഥ അറിയാമല്ലോ അല്ലേ, ട്രംപും പുടിനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഭയങ്കര രസകരമായ കുറേ കഥകളുണ്ട്. അപ്പോൾ ഈ കഥ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നിർത്താവോ എന്ന് ചോദിക്കാം. ആദ്യം ഡിഗ് ചെയ്ത് കൊടുത്തത് പുടിനാന്നുള്ള കഥയൊക്കെ ഇല്ലേ? എങ്ങനെ അല്ല, ഈ ഇലക്ഷൻ റിഗ് ചെയ്ത് മാത്രമല്ല, അതിൽ വേറെ രസകരമായ കുറേ കഥകളുണ്ട്. അതായത് ട്രംപ് ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്ന സമയത്ത് ഈ മിസ് യൂണിവേഴ്സ് മത്സരം നടക്കുന്നത് ഒരിക്കൽ മോസ്കോയിലാണ്. മോസ്കോയിൽ ഈ മത്സരം നടക്കുമ്പോൾ ട്രംപ് അത് നടത്തുന്നയാളാണ്. ട്രംപ് മോസ്കോയിലെത്തിയപ്പോൾ പുടിൻ ഭയങ്കര പ്രധാനപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അവിടെ ഹോട്ടൽ റിറ്റ്സ് കാൾട്ടൺ എന്ന് പറയുന്ന വലിയൊരു 5 നക്ഷത്ര ഹോട്ടലുണ്ട്. അതായത് ഒബാമയൊക്കെ റഷ്യ സന്ദർശിച്ചപ്പോൾ താമസിച്ച ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ഒരു മുറി എടുത്തു കൊടുത്തു. അദ്ദേഹം അവിടെ താമസിച്ചു. തിരിച്ചെത്തി കഴിഞ്ഞ് ആ സംഭവമൊക്കെ എല്ലാവരും മറന്നു. പിന്നീട് ഇദ്ദേഹം പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ അന്നത്തെ CIA മേധാവി ട്രംപിനെ കാണാൻ വരികയാണ്. പ്രസിഡന്റ്, ഒരു പ്രധാനപ്പെട്ട വിവരം പറയാനുണ്ട്. എന്താണ്? അതായത് അങ്ങ് പണ്ട് മോസ്കോയിൽ പോയപ്പോൾ മോസ്കോയിൽ അങ്ങ് താമസിച്ച ഹോട്ടലിൽ അങ്ങയോടൊപ്പം 2 പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു എന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെന്ന് വെച്ചാൽ അമേരിക്കയും ബ്രിട്ടനൊക്കെ ഉൾക്കൊള്ളുന്ന ഇൻ്റലിജൻസ് കൂട്ടായ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുണ്ടായിരുന്നു എന്നുള്ളതല്ല പ്രശ്നം,
എൻ്റെ വീഡിയോ ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ അന്നത്തെ വീഡിയോ പുട്ടിൻ്റെ കയ്യിലുണ്ട് എന്ന വിവരം പ്രസിഡന്റിനോട് തന്നെ പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം പിന്നീട് ഇറങ്ങിയൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിലാണ് ഈ വിവാദമായ പരാമർശമുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ട്രംപ് വളരെ ഫ്യൂരിയസ് ആയി. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇനി ആ മെലാനി എങ്ങാനും അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ശത്രു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് കയ്യിൽ ഇനി പ്രസിഡന്റ് ആവാൻ പോകുന്ന ആളുടെ ലീക്ഡ് വീഡിയോ ദൃശ്യം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അമേരിക്ക എത്രമാത്രം പ്രശ്നത്തിലാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലെ സൗഹൃദത്തിൻ്റെ ഒരു അണിയറ കഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ യുദ്ധം ഈ പുട്ടിനുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് ട്രംപിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ നല്ലത്. പക്ഷേ ട്രംപിൻ്റെ വിദേശ നയത്തെക്കുറിച്ച് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഫിനിഷ് ഇറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധം തീർക്കാനല്ല, യുക്രൈന് തീർക്കാനായിരിക്കും പുള്ളി പറയേണ്ടാവുക. അതാണ് അതിലൊരു പ്രശ്നം. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രശ്നം, അതായത് ട്രംപ് വരുന്നതിന് മുമ്പ് ഇത് എസ്കലേറ്റ് ചെയ്യാനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുട്ടിനെങ്ങാനും ഈ ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യൂറോപ്പിനെ തന്നെ ആ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുന്ന ഒന്നായി മാറും. അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് മാറും. ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല, തീർന്നിട്ടില്ല. അപ്പോഴാണ് യൂറോപ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്. അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കാൻ പോകുന്നത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ട്രംപ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് എന്തിനായാലും, നല്ലതിനായാലും ചീത്തയായാലും.